കണ്ണിക്കടവ് വാർഡത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് വരാൻ പോകണം ഈ 19-ാം തീയതി. അറിയാതെ എല്ലാവരും അറിഞ്ഞിട്ടില്ലേ? ഒന്നാം UPA ഗവൺമെന്റ് കാലഘട്ടത്താണ് ആദ്യമായി ഇത്തരം ആശയം മുന്നോട്ട് വന്നത്. ആ മുന്നോട്ട് വെച്ചതാകട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യം ആ ആശയം മുന്നോട്ട് വെച്ച് പൊതുവിൽ അംഗീകരിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളി രാജ്യത്താകമാനം ഉണ്ടായത്. അന്ന് അതിനാവശ്യമായ ഫണ്ടെല്ലാം മാറ്റിവെച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന ഗവൺമെന്റുകൾ, കേന്ദ്രത്തിലെ പ്രത്യേകിച്ചും BJPയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം സംസ്ഥാനങ്ങൾക്ക് തൊഴിലുറപ്പ് വേണ്ടി മാറ്റിവെക്കേണ്ട വിഹിതം തരാതിരിക്കുന്ന സാഹചര്യം. അത്തരമൊരു ഘട്ടത്തിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ സംരക്ഷിക്കപ്പെടണമെന്ന ആശയം മുന്നോട്ട് വെച്ച് നമ്മുടെ പരമാവധി തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്ത ഗവൺമെന്റ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റാണ് എന്ന് അഭിമാനത്തോടെ പറയുക. അപ്പോൾ ഇത് നിർത്താൻ പാടില്ല എന്നും അതിനാവശ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് മാറ്റിവെച്ചാണെങ്കിലും സംസ്ഥാനത്തിന്റെ വിഹിതം വർദ്ധിപ്പിച്ച് നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ തൊഴിൽ സംരക്ഷിച്ചു. മാത്രമല്ല ഒരു കാര്യം കൂടി അഭിമാനത്തോടെ പറയുന്നു. ഈ ഞങ്ങളെല്ലാം ഉള്ള നിയമസഭ ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി നിയമം പാസാക്കിയ ഏക ഗവൺമെന്റ് ഇപ്പോഴത്തെ പിണറായി സർക്കാരാണ് എന്ന അഭിമാനകരമായ. നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പോകുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിൽ. നിങ്ങൾക്ക് ക്ഷേമനിധി നിയമം ആദ്യമായി കൊണ്ടുവരും. ഭാവിയിലും ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാനുള്ള ഫണ്ട് സമയബന്ധിതമായി തരാൻ പഞ്ചായത്തുകൾക്ക് കൊടുക്കാനുള്ള ഫണ്ട് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇനി കിട്ടാനുള്ളത് പഞ്ചായത്തുകൾ നിങ്ങൾക്ക് തരേണ്ടതാണ്. ആ നിലയിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഫണ്ടുകൾ കിട്ടാൻ ഈ തൊഴിലുറപ്പ് തൊഴിൽ ദിനങ്ങൾ ഇനിയും കൂടുതൽ ഉണ്ടാവാൻ ഈ തൊഴിൽ മേഖല തന്നെ സംരക്ഷിക്കപ്പെടാൻ എല്ലാം ഇടതുപക്ഷ ജനാധിപത്യം എന്ന ഗവൺമെന്റ് നിർമ്മിക്കണം. അപ്പൊ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നമ്മളിലെ കടമ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് സംരക്ഷിക്കപ്പെടാൻ നിശ്ചയമായും സ്വരാജ് ജയിച്ചെങ്കിലേ നമുക്ക് ഈ ഗവൺമെന്റിന് അത് തുറന്ന് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്കറിയാം, മുമ്പ് ഒരാളെ നമ്മൾ തെരഞ്ഞെടുത്ത് 5 വർഷത്തേക്ക് നമ്മളൊരാൾ തെരഞ്ഞെടുത്തയച്ചാൽ നമ്മൾ സ്നേഹവും വിശ്വാസവും അർപ്പിച്ചാൽ വിട്ടത്. പക്ഷെ ആ സ്നേഹവും വിശ്വാസവും കളഞ്ഞു പോയി. നമ്മളെ ചതിച്ചു, വഞ്ചിച്ചു. എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചത്? ആ ചതിവും വഞ്ചനയും വന്നുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു മഴയത്ത് നമ്മളെല്ലാം നിൽക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ 5 വർഷക്കാലത്തേക്ക് അത് പോകേണ്ടത്. അത് UDF-ഉം അതുപോലെ തന്നെ അൻവറും ചേർന്നാണ് അത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. നിങ്ങളെല്ലാം വിഷമത്തിലാക്കി അനവസരത്തിൽ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച് ഈ നാടിനെ അപമാനിച്ച് നമ്മളെ ഒറ്റക്കൊടുത്ത് നമ്മളെ വഞ്ചിച്ച് ചതിച്ചു പോയവർക്കെതിരെ ഒരു മധുര പ്രതികാരത്തിന്റെ ഉന്നതമായ രൂപം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നോക്കാം. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് നമുക്ക് ബാലറ്റുകളെ ബുള്ളറ്റുകളാക്കി വിവാഹിക്കാം. നിശ്ചയമായും നമ്മുടെ ഒരു മധുര പ്രതികാരം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ കിട്ടണം. അതിന് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഉണർന്നും പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട നമ്മുടെ പാലമായിരുന്നാലും അതുപോലെ വെള്ളത്തിൽ നിന്ന് നിങ്ങളറിയുന്ന ഈ നാട്ടുകാരനായ ശ്രീ സ്വരാജ് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അതിനുള്ള എല്ലാ വഴിയും ഒരുങ്ങും. മാത്രമല്ല ഇനി ഏതാണ്ട് 9-10 മാസക്കാലേ ഈ നിയമസഭ വരുവാണ്. അപ്പൊ ഒരാൾ പ്രതിപക്ഷത്ത് പോയിരുന്നാൽ 4 വാക്കൗട്ട് നടത്തി ബഹളം വെച്ചിറങ്ങി പോകാമെന്നല്ലാതെ മറ്റൊരു ഫലവും ഉണ്ടാകും. അതേസമയത്ത് ഭരണപക്ഷത്തേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു: ഒരു കാരണവശാലും തല പോയാലും നിങ്ങളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ ഒറ്റുകൊടുക്കുകയോ ചെയ്യുന്ന ആളല്ല സ്വരാജ് എന്നേറെ അഭിമാനത്തോടെ പറയുകയാണ്. നമുക്ക് 100% സ്വരാജിനെ വിശ്വസിക്കാം. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകരോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ പ്രതികൂല സാഹചര്യത്തിലും ഇവിടെ വന്ന് ഞങ്ങളെ കേൾക്കാൻ തയ്യാറായ നിങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള എല്ലാ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.